Hi dears, welcome to AECS online class. ഇപ്പോൾ നമ്മൾ 7th ചാപ്റ്ററിന്റെ ടെക്സ്റ്റിലുള്ള വർക്ക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി പ്രാക്ടീസ് ബുക്ക് ഉണ്ട്. പ്രാക്ടീസ് ബുക്ക് എടുത്ത് എല്ലാവരും പേജ് നമ്പർ 53. Can you see the pattern? Complete the pattern. ഫസ്റ്റ് സെറ്റ് പേജിൽ എന്താണ് കുറച്ച് പാറ്റേൺസ് ആണ്, അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്യും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ടി 90 ഡിഗ്രിയിൽ ടേൺ ചെയ്യുകയാണ് അല്ലേ, 90 ഡിഗ്രിയിൽ ടേൺ ചെയ്യണം. അപ്പോൾ അടുത്ത ഫിഗർ എന്തായിരിക്കും? ഫസ്റ്റ് ടി ഇങ്ങനെയാണ്, പിന്നെ 90 ഡിഗ്രിയിൽ ടേൺ ചെയ്തു, പിന്നെ താഴത്തോട്ടായിരിക്കും, പിന്നെ ലെഫ്റ്റ് സൈഡിൽ വന്നു, പിന്നെ മുകളിൽ അല്ലേ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത്, പിന്നെയും അത് കണ്ടിന്യൂ ചെയ്യണം അല്ലേ. പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക. സെക്കൻഡ് സർക്കിൾ ആണ്, സർക്കിളും 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് മുകളിലായിരുന്നു ആ കറുത്ത ഡോട്ട്, പിന്നെ അത് റൈറ്റ് സൈഡിൽ വന്നു, പിന്നെ കറുത്ത ഡോട്ടുള്ള ആ ഭാഗം താഴെ വശത്ത് വരും, പിന്നെ അത് ലെഫ്റ്റ് സൈഡിൽ വരും, പിന്നെ അത് അടുത്ത ഫിഗറിൽ മുകളിലോട്ട് പോകും അല്ലെ. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് ഓരോ ഫിഗറിലും. അതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ. പാറ്റേൺ ഒക്കെ എളുപ്പമുള്ള പാറ്റേൺസ് ആണ്. തേർഡ് ഫിഗർ ഡി ആണ്. ഡി റൊട്ടേറ്റ് ചെയ്യാണ്, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഡി ഇങ്ങനെ ആയിരുന്നു, പിന്നെ ഡി ഇങ്ങനെ ആക്കി, പിന്നെ വീണ്ടും ഡി തലതിരിച്ച് വന്നു അല്ലെ. പിന്നെ വീണ്ടും ഡി കമിഴ്ന്ന് വന്നു, പിന്നെയും ഫസ്റ്റ് ഡി വന്നിട്ടുണ്ട്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡിയുടെ ഷേപ്പ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിയുടെ ഷേപ്പ് ജസ്റ്റ് ഒരു പേപ്പറിൽ വരച്ച് നോക്കുക, റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. റൈറ്റ് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഡി ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയാണ്, പിന്നെ എന്ത് ചെയ്തു, ഇങ്ങനെയായി, പിന്നെ തിരിച്ചു വന്നു, പിന്നെ കമിഴ്ന്ന് വന്നു, പിന്നെയും ഫസ്റ്റ് ഡിയിലോട്ട് ആയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി ഈയുടെ റൊട്ടേഷൻ ആണ്, ഒരു 1/3 റൊട്ടേഷൻ ആണ് അല്ലെ. ജസ്റ്റ് ഒരു 1/4 റൊട്ടേഷൻ ഇല്ല, ഇടയ്ക്ക് ഒരു 1/3 റൊട്ടേഷൻ ആണ്. ഒരു 30 ഡിഗ്രി ആംഗിളിലൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 101 PFL ഈ 3 ലെറ്റേഴ്സിന്റെയും റൊട്ടേഷൻ, ഇതേ പാറ്റേണിലെ റൊട്ടേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പോൾ അതിന് പകരം വർക്ക് ബുക്കിൽ ഇ എന്ന ലെറ്റർ ആണ്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, ആ പാറ്റേൺ എങ്ങനെയാണോ നമ്മൾ ആ ലെറ്റേഴ്സ് വെച്ച് ചെയ്ത് പഠിച്ചിട്ടുള്ളത്, അതുപോലെ ഇയുടെ ഈ പാറ്റേണും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. അത് മനസ്സിലാക്കിയിട്ട് അതേപോലെ ആ പാറ്റേൺ ഇതിന് യൂസ് ചെയ്യുക. ഇ എന്ന ലെറ്റർ ഉപയോഗിച്ച് ആ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്തത് ട്രയാങ്കിൾ ആണ്. ഫസ്റ്റ് ട്രയാങ്കിൾ ഇങ്ങനെ ഇരിക്കുകയാണ്, സെക്കൻഡ് ട്രയാങ്കിൾ ഇങ്ങനെയാണ്, അങ്ങനെ തേർഡ് എന്തായിരിക്കും, ഇങ്ങനെയാണ്. ഓക്കെ, 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. ഈ ഒരു പോയിന്റ് ആദ്യം ഫസ്റ്റ് ട്രയാങ്കിളിൽ മുകളിലായിരുന്നു, പിന്നെയോ അതിന് ഇങ്ങോട്ട് ഈ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന്, പിന്നെയോ അതിന് താഴത്തോട്ട് പിന്നെയും കറക്കി 90 ഡിഗ്രി ആംഗിളിൽ താഴത്തോട്ട് കറക്കിയപ്പോൾ എന്തായി, ആ പോയിന്റ് താഴെയായി. പിന്നെയും അതിനെ കറക്കുമ്പോൾ എന്താണ്, എങ്ങനെ വരും, മുകളിലോട്ട് 90 ഡിഗ്രി ആംഗിളിലോട്ട് മുകളിലോട്ട് വരും. അങ്ങനെയെങ്കിൽ ആ പാറ്റേൺ വീണ്ടും അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ഫിഗറുള്ള ആരോ ആണ്. ആരോ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? ഫസ്റ്റ് കറക്റ്റ് സ്ട്രെയിറ്റ് മുകളിലോട്ട്, പിന്നെ സ്ലാൻഡിങ് 45 ഡിഗ്രി സ്ലാൻഡിങ്, പിന്നെ കറക്റ്റ് 90 ഡിഗ്രി ആയി, പിന്നെ അത് 45 ഡിഗ്രി താഴത്തോട്ട് പിന്നെയും വന്നു, അപ്പോൾ 135 ഡിഗ്രി ആയി, പിന്നെയോ അത് പിന്നെയും 45 ഡിഗ്രി ടേൺ ചെയ്തു, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. അപ്പോൾ അത് 180 ഡിഗ്രി ആയിട്ടുണ്ട് ഫസ്റ്റ് പൊസിഷനിൽ നിന്നും. പിന്നെയും 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ടേൺ ചെയ്തു 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ടേൺ ചെയ്തു, അല്ലെങ്കിൽ ഒരു 1/3 ടേൺ ക്ലോക്ക് വൈസ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മുടെ PFL ഇപ്പം നമ്മൾ ചെയ്ത ഈ ലെറ്ററൊക്കെ എങ്ങനെയാണോ ക്ലോക്ക് വൈസ് ടേൺ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും വർക്ക് ബുക്കിലും ഒക്കെ ചെയ്തത്, അതേ രീതി തന്നെയാണ് ഈ നമ്മുടെ ആരോസിൻ്റെയും റൂൾ വന്നിരിക്കുന്നത്. ആ പാറ്റേണിൻ്റെ റൂളും അതുപോലെ തന്നെയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ PFL എന്ന ലെറ്റേഴ്സിൻ്റെ എന്താണ് പാറ്റേൺ, പേജ് നമ്പർ 101, അത് നോക്കി മനസ്സിലാക്കി ആ ആരോസ് വരയ്ക്കുക. ഇതാണ് ആൻസർ. അപ്പോൾ ഇത് കണ്ടിട്ട് പിന്നെയും സംശയം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യണം കേട്ടോ. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി അടുത്തത് പേജ് നമ്പർ 54. Look at the patterns given below. Write the rule of formation, then choose from the box what comes the next and color it.
താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു പാറ്റേൺ ആണ്. അതിന്റെ റൂൾ എന്താണെന്ന് മനസ്സിലാക്കി റൂൾ അവിടെ എഴുതി കൊടുക്കുക. പിന്നെ ആ റൂൾ പ്രകാരം അടുത്ത ഫിഗർ ഏതാണെന്ന് മനസ്സിലാക്കി ടെക്സ്റ്റിൽ ആ റൈറ്റ് സൈഡിലെ ബോക്സ് കണ്ടോ, അതിന് ഏത് ഫിഗർ ആണ് അടുത്തത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്ന് മനസ്സിലാക്കി അടുത്ത ഫിഗറിന് അവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഫിഗർ നോക്കി 45 ഡിഗ്രി ടേൺ ചെയ്യുകയാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു 1/4 ടേൺ അല്ലെ, ഒരു 1/4 ടേൺ അല്ലെങ്കിൽ ഒരു 1/3 ടേണോളം അത് ആ ഫിഗർ ടേൺ ചെയ്യുന്നുണ്ട്. 45 ഡിഗ്രിയോളം അത് ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, ആദ്യം അതിങ്ങനെ നിൽക്കുന്ന പൊസിഷനിലാണ്, പിന്നെ അത് ഇങ്ങനെ വന്നു, പിന്നെ അത് കറക്റ്റ് ഇങ്ങനെയായി. അല്ലെങ്കിൽ അടുത്ത ഫിഗർ എങ്ങനെയായിരിക്കും, തിരിച്ചായിരിക്കും അല്ലെ. ആദ്യം ഈ പോയിന്റ് ഇവിടെയാണ്, പിന്നെ ആ പോയിന്റ് താഴെ വന്നു അല്ലെ. ഇത്രയും ആംഗിൾ ഡിഫറൻസ്, ഈ ഫസ്റ്റ് ഫിഗറിന്റെ ഈ ആംഗിൾ ഡിഫറൻസ് 45 ഡിഗ്രി അല്ലേ. പിന്നെ ഈ സെക്കൻഡ് ഫിഗർ ഇവിടെ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അതിനുള്ള ആംഗിൾ 45 ഡിഗ്രി കണ്ടോ, 45 ഡിഗ്രി ടേൺ ചെയ്യാണ്. പിന്നെ ഈ തേർഡ് ഫിഗർ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്ന ഫിഗർ ആണെങ്കിൽ നാലാമത്തെ ഫിഗർ ഇങ്ങനെ ആയിരിക്കും അല്ലെ. അപ്പോൾ അത് നമ്മളുടെ ആംഗിൾ ഡിഫറൻസ് 45 ഡിഗ്രി ആണ്. 45 ഡിഗ്രി അനുസരിച്ച് അതിങ്ങനെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലോക്കില് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ക്ലോക്ക് വൈസ് ടേൺ 45 ഡിഗ്രിയിൽ അത് റൊട്ടേറ്റ് ചെയ്ത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്, റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണ്. അങ്ങനെയെങ്കിൽ നാലാമത്തെ ഫിഗർ ഏതായിരിക്കും, ഇങ്ങോട്ടുള്ള സ്ലാൻഡിങ് പൊസിഷൻ അല്ലെ, ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അതായിരിക്കും. ടേൺ ടു 45 ഡിഗ്രി ക്ലോക്ക് വൈസ് എന്ന് ഇവിടെ എഴുതുക. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്, അത് പ്രത്യേകം മെൻഷൻ ചെയ്ത് തന്നെ പറയണം. സോ ക്ലോക്ക് വൈസ് എന്ന് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഒരു കുരിശാണ് അല്ലെ, ഒരു കുരിശാണ്, അതിൻ്റെ ഒരു ഫിഗർ ആണ്. ഫസ്റ്റ് അത് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്, പിന്നെ അത് കുറച്ച് സ്ലാൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആംഗിൾ എന്തായിരിക്കും, 45 ഡിഗ്രി ആണല്ലോ. പിന്നെയോ പിന്നെ അത് കറക്റ്റ് ഇതേപോലെ തന്നെ കറക്റ്റ് ഇതേ ഷേപ്പ് തന്നെയാണ്, ഇതേ മെത്തേഡ് തന്നെയാണ് അത് ഫോളോ ചെയ്യുക. കറക്റ്റ് സ്ലാൻഡിങ് പൊസിഷനിലായി. അങ്ങനെയെങ്കിൽ നാലാമത്തെ ഫിഗർ ഏതായിരിക്കും, ഇതായിരിക്കും അല്ലെ, ഇതായിരിക്കും. അപ്പോൾ ടേൺ ബൈ 45 ഡിഗ്രി ക്ലോക്ക് വൈസ് എന്നവിടെ എഴുതുക. റൂൾ എന്താണ്, ടേൺ ബൈ 45 ഡിഗ്രി. ഫസ്റ്റ് ഇങ്ങനെ നിൽക്കുമായിരുന്നു, പിന്നെ അത് കുറച്ച് സ്ലാൻഡിങ് ആയി, പിന്നെ അത് കറക്റ്റ് സ്ലാൻഡിങ് ഇങ്ങനെയായി, പിന്നെ അത് കുറച്ചുകൂടെ സ്ലാൻഡിങ് താഴത്തോട്ടായി. ഫസ്റ്റ് ഫിഗർ നേരെ നിൽക്കുന്നു, പിന്നെ അത് കുറച്ച് സ്ലാൻഡിങ് ആയി, പിന്നെ അത് കറക്റ്റ് എന്താണ് റൈറ്റ് ആംഗിൾ ടൈപ്പിലായി മൂന്നാമത്തെ ഫിഗർ, പിന്നെ അങ്ങനെയെങ്കിൽ കുറച്ച് സ്ലാൻഡിങ് ആയിട്ടുള്ളത് നാലാമത്തെ ഫിഗർ. സോ അത് 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ടേൺ ആണ്, അവിടെ എഴുതുക ടേൺ ബൈ 45 ഡിഗ്രി ക്ലോക്ക് വൈസ്. തേർഡ് ഫിഗർ നോക്കിക്കേ, തേർഡ് ഫിഗർ എങ്ങനെയാണ്, ഫസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ. ഫസ്റ്റ് ഞാൻ ആരോ ആക്കി വരയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ വേണം, ലീഫായിട്ട് തന്നെ വെച്ചത്. ഫസ്റ്റ് എന്താണ്, ആ ലീഫ് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ. പിന്നെ സെക്കൻഡ് ഫിഗർ ആയപ്പോൾ എന്തായി, ആ ലീഫ് എന്താണ് 3/4 റൊട്ടേഷൻ എടുത്തു. അതായത് കറക്റ്റ് 90 ഡിഗ്രിയും കഴിഞ്ഞു, പിന്നെയും 90 ഡിഗ്രി കഴിഞ്ഞു, പിന്നെയും എന്തായി 90 ഡിഗ്രി. മൊത്തം 3 90 ഡിഗ്രി അത് ഫോളോ ചെയ്തിട്ടുണ്ട് അല്ലെ. സത്യമാണോ അല്ലെ. ഫസ്റ്റ് ഇങ്ങനെയായിരുന്നു, പിന്നെ ഇങ്ങോട്ടേക്ക് വന്നില്ല, കറക്റ്റ് ഈ ഒരു 90 ഡിഗ്രി ആംഗിളിലോട്ട് വന്നില്ല, പിന്നെയും എന്താണ് താഴത്തോട്ട് പോയി, അപ്പോഴത്തെ 180 ഡിഗ്രി ആയി അല്ലെ. ഫസ്റ്റ് ഇങ്ങനെ വന്നില്ല, ഇങ്ങനെയും വന്നില്ല, പകരം മൂന്നാമത്തെ ഫിഗർ ഇങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്. സോ ഇതാകുമ്പോൾ 90 ഡിഗ്രി ആണെന്ന് പറയാമായിരുന്നു അല്ലെ. ഇതാകുമ്പോൾ പിന്നെയും 90 ഡിഗ്രി ആണെന്ന് പറയാമായിരുന്നു. പക്ഷെ ഫസ്റ്റ് കഴിഞ്ഞാൽ നേരെ ഈ 2 സ്റ്റെപ്സ് ഇല്ലാതെ ഇങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ 90 ഡിഗ്രി ആയി, പിന്നെ അവിടെ നിന്ന് താഴത്തോട്ട് ഉള്ള പൊസിഷനിലോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ 90 ഡിഗ്രി, ഇങ്ങോട്ടേക്ക് ആകുമ്പോൾ പിന്നെയും 90 ഡിഗ്രി. ഇപ്പൊ 90 + 90 180 + 90 എന്താണ്, പിന്നെ ഇങ്ങനെയുള്ള പൊസിഷനിലാണ് നിൽക്കുന്നത് അല്ലെ ആ ലീഫ്. അപ്പോൾ ഈ 2 ഇടയ്ക്ക് ഈ 2 ഇല്ല. അപ്പൊ ഫസ്റ്റ് ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, സെക്കൻഡ് ആയിട്ട് 3/4 ടേൺ കറങ്ങി, അല്ലെങ്കിൽ 180 + 90 എന്താണ് 270 അല്ലെ. 270 ഡിഗ്രി റൊട്ടേഷനിലാണ്, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. ഫസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പിന്നെ 90 ഇല്ല, 180 താഴത്തോട്ട് കറങ്ങിയില്ല, പിന്നെ പകരം എന്താണ് ഫസ്റ്റ് ഈ റൊട്ടേഷൻ ആണെങ്കിൽ പിന്നെ അത് കറങ്ങി ഇങ്ങോട്ടേക്കുള്ള റൊട്ടേഷനിലോട്ട് വന്നിരിക്കുകയാണ്. ടെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനകത്ത്.
നമ്മൾ പേജ് നമ്പർ എനിക്ക് തോന്നുന്നു 101 തന്നെയാണ് ഇങ്ങനത്തെ ഫിഗേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 270 ഡിഗ്രി ക്ലോക്ക് വൈസ് ടേൺ കറങ്ങിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത 270 ഡിഗ്രി എങ്ങോട്ടൊക്കെ ആയിരിക്കും? 90, 180, 270. അടുത്ത ഫിഗർ എന്തായിരിക്കും? താഴത്തോട്ടായിരിക്കും അല്ലേ? ഒന്നാമത്തെ ഫിഗർ താഴത്തോട്ടാണ്. അപ്പോൾ താഴത്തോട്ടൊക്കെ പിന്നെ നാലാമത്തെ ഫിഗർ എങ്ങനെയായിരിക്കും? പിന്നെ 270 ഡിഗ്രി ആംഗിളിനെ കുറിച്ച് ചിന്തിച്ച് നോക്കി. താഴത്തോട്ട് നിൽക്കുമല്ലേ? ഈ സൈഡിലോട്ടാകുമ്പോൾ 90 ഡിഗ്രി, മുകളിലോട്ടാകുമ്പോൾ പിന്നെ 180 ഡിഗ്രി, പിന്നെ നാലാമത്തെ ഫിഗർ ഇങ്ങനെ വരും. സത്യമല്ലേ? അതെ, നാലാമത്തെ ഫിഗർ ഇങ്ങനെ വരും. ആണോ? 270 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. അപ്പോൾ എൻ്റെ ആൻസർ എന്താണ്? സെക്കൻഡ് ഫിഗർ ആണ്. സെക്കൻഡ് ഫിഗർ ആണ് ആൻസർ. ഇനി നാലാമത്തെ പടം നോക്കി. ഒരു ബലൂൺ പോലെ ഇരിക്കുകയാണ്. അതിന്റെ റൊട്ടേഷൻ എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. ആന്റി ക്ലോക്ക് വൈസ് 45 ഡിഗ്രി റൊട്ടേഷൻ ആണ്. അത് തിരിച്ചാണ്. ഫസ്റ്റ് ബലൂൺ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അത് റൊട്ടേറ്റ് ചെയ്തത് ഇപ്പുറത്തെ വശത്തോട്ടാണ്, 45 ഡിഗ്രിയിലോട്ടാണ്. പിന്നെയും 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ അടുത്ത ഫിഗർ എന്തായിരിക്കും? നാലാമത്തെ ഫിഗർ ഇങ്ങനെയായിരിക്കും അല്ലെ? ഫസ്റ്റ് ഫിഗർ ആണ്. അപ്പൊ ടേൺ ബൈ 45 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആന്റി ക്ലോക്ക് വൈസ് 45, പിന്നെയും 45, പിന്നെയും 45. ഓക്കെ. ഇനി ഏറ്റവും ലാസ്റ്റ് ഫിഗർ നോക്കി. 45 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ എന്തായി? 45 ഡിഗ്രി അല്ല, സോറി, 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. പിന്നെ ഇങ്ങനെയാണ്, പിന്നെ ഇങ്ങനെയാണ്, പിന്നെ ഇങ്ങനെയാണ് അല്ലെ? അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? നാലാമത്തെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഫസ്റ്റ് ഫിഗർ ആണ്. സംശയം വല്ലതും ഉണ്ടോ? ഞാനിപ്പോ ഇങ്ങനെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയതൊക്കെയാണ്. കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച റൂൾസ് ഒക്കെ അല്ലേ. ഒന്നുകൂടെ ഞാൻ വേണേൽ പറഞ്ഞു തരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ കുരിശ് പോലത്തേന്റെ ആൻസർ എന്താണ്? ടേൺ ബൈ 45 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് അതിന്റെ റോഡ്. അപ്പോൾ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഫിഗർ ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ ക്ലാസ് പിന്നെ റിവൈൻഡ് ചെയ്ത് കേൾക്കുക. എന്നിട്ട് സ്വന്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഡൗട്ട് വന്നാൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി തേർഡ് ഫിഗർ, ആ ഒരു ലീഫിന്റെ ഫിഗർ നോക്കി. അത് 270 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഫിഗർ എന്താണ്? ആ ബോക്സിലെ സെക്കൻഡ് ഫിഗർ ആണ്. അപ്പൊ അത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ബലൂണിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ, ബലൂണിന്റെ ക്വസ്റ്റ്യൻ റൊട്ടേഷൻ എങ്ങനെയാണ്? 45 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് സൈഡിലോട്ടാണ്. ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ അതിന്റെ ആൻസർ വരുന്നത് ആ ഒരു ബോക്സിലെ ഫസ്റ്റ് ഫിഗർ ആണ്. ഇനി ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടേൺ ബൈ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. സോ അതിന്റെ ആൻസർ വരുന്നത് ആ ഒരു ബോക്സിലെ സൈഡിലുള്ള ബോക്സിലെ ഫസ്റ്റ് ഫിഗർ ആണ്. സോ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഫിഗർ ഏതാണോ വരുന്നത് ഓരോ ക്വസ്റ്റ്യന്റെയും അത് കണ്ടുപിടിച്ച് ആ ബോക്സിലുള്ളത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പിന്നെ പറഞ്ഞു. ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇനി follow the picture which breaks the rule. 55, page number 55. ഇനി അവിടെ ഏതാണ് പിക്ചർ, നമ്മുടെ റൂള് ബ്രേക്ക് ചെയ്യുന്ന പിക്ചർ ഏതാണോ, ഏത് പാറ്റേൺ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? അതവിടെ കളർ ചെയ്ത് കൊടുക്കുക. 55, പേജ് നമ്പർ 55. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. നമുക്ക് ഓരോ നമ്പർ ഇട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവും. ഫസ്റ്റ് സെക്കൻഡ് എന്താണ്? 95 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് വരെ കുഴപ്പമില്ല. സിക്സ്ത് ഫിഗർ തെറ്റല്ലേ? തെറ്റാണ്. അപ്പൊ അത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സിക്സ്ത് ഫിഗർ തെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് അല്ലെ? ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. അപ്പൊ നമ്മുടെ സിക്സ്ത് വൺ, പിന്നെ സിക്സ്ത് വൺ റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ അതാണ് അവിടെ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസിൽ എന്താണ്, ഒരൊറ്റ പിക്ചറേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ റൂള് ബ്രേക്ക് ചെയ്യുന്ന ഒരൊറ്റ ഫിഗേഴ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. തേർഡ് ക്വസ്റ്റ്യനിൽ ബ്രേക്ക് ചെയ്യുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സ്വല്പം പ്രയാസപ്പെടും. കാരണം അത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ആവാം. അല്ലെ രണ്ടെണ്ണം സാധ്യതയുണ്ട് റൂള് ബ്രേക്ക് ചെയ്യാൻ. അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വൺ.
ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് 180 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. 180 ഡിഗ്രി ആണ്, മൊത്തം പോലെ 180 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. അങ്ങനെയെങ്കിൽ തേർഡ് ഫിഗർ എന്തായിരിക്കണം വരേണ്ടത്? എന്തായിരിക്കും? തേർഡ് ഫിഗറിൽ തെറ്റാണ്. കാരണം തേർഡ് ഫിഗർ സെക്കൻഡ് ഫിഗറിൽ നിന്ന് 90 ഡിഗ്രി റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. ഫോർത്ത് ഫിഗർ കുഴപ്പമില്ല, ഫിഫ്ത്ത് ഫിഗർ കുഴപ്പമില്ല, സിക്സ്ത് കുഴപ്പമില്ല, സെവൻത് ഫിഗർ ഓക്കെ, സെവൻത് ഫിഗറിലും കുഴപ്പമുണ്ട്. ഓക്കെ, അത് എന്താണ് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. തേർഡും സെവൻത്തുമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കൺവേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പാറ്റേൺസ് അല്ലേ, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്ത് ഡൗട്ടോടെ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി ഫോർത്ത് ഫിഗർ നോക്കിക്കേ. ഫോർത്ത് ഫിഗറിൽ എന്തൊക്കെയായിരിക്കും? ഫിഫ്ത്തും സിക്സ്തുമാണ് എന്താണ് നമ്മുടെ റൂള് ബ്രേക്ക് ചെയ്യുന്ന ഫിഗേഴ്സ്. ഫിഫ്ത്തും സിക്സ്തുമാണ്. എന്താണ് അതിനുള്ള കാരണം? അതിന്റെ റൊട്ടേഷൻ അല്ലെ അതിന്റെ റൂൾ എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്തുകൊണ്ടാണ് ഫിഫ്ത്തും സിക്സ്തും റൂള് ബ്രേക്ക് ചെയ്യാൻ കാരണം? ഒന്നെങ്കിൽ ഫിഫ്ത്ത് ആവാം, അല്ലെങ്കിൽ സിക്സ്ത് ആവാം. ഓക്കെ, അപ്പൊ ഏതാണ്, അല്ലെങ്കിൽ ഫിഫ്ത്ത് സിക്സ്തും ആവാം. അപ്പോൾ എന്താണെന്നുള്ള സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചതല്ലേ, അപ്പോൾ ഇതൊരു ആക്ടിവിറ്റി സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി സെക്കൻഡ് ലാസ്റ്റ് ഫിഗർ, ഫിഫ്ത്ത് ഫിഗറിലെ ഫിഫ്ത്തും എയ്ത്തുമാണ് നമ്മൾ റൂള് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫിഫ്ത്തും എയ്ത്തുമാണ്. കാരണം 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. അപ്പോൾ ഫിഫ്ത്ത് ഒന്നെങ്കിൽ ഫിഫ്ത്ത് ആവാം, അല്ലെങ്കിൽ എയ്റ്റ് ആവാം. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതെന്താണ് എന്നുള്ളത് ഫിഫ്ത്തും ഷെയ്ഡ് ചെയ്യുക, എയ്ത്തും ഷെയ്ഡ് ചെയ്യുക. അത് അനലൈസ് ചെയ്തിട്ട് വേണം ഷെയ്ഡ് ചെയ്യാൻ കേട്ടോ. ലാസ്റ്റ് ഫിഗറിൽ തേർഡും ഫിഫ്ത്തും സെവൻത്തും റൂള് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അവിടെ 3 ഫിഗേഴ്സ് റൂള് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. തേർഡ് ഫിഗറും ഫിഫ്ത്ത് ഫിഗറും ദെൻ സെവൻത്ത് ഫിഗറും. തേർഡ്, ഫിഫ്ത്ത്, സെവൻത്ത് 3 ഫിഗേഴ്സ് റൂള് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയതുകൊണ്ട്. ഇനി അടുത്തത് മാജിക് സ്ക്വയർ ആണ്. Look at the magic square. It is made of numbers from 1 to 9. The total of each line is 15. Try to complete the following magic squares. Okay, magic square ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. എക്സാമിനുള്ള പോർഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. മാജിക് സ്ക്വയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് കണ്ടോ, 1 to 9 നമ്പേഴ്സ് ഉപയോഗിച്ച് അവർ മാജിക് സ്ക്വയർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. ഓരോ ലൈനും എങ്ങനെയൊക്കെ ആഡ് ചെയ്താലും, ഡയഗണലായിട്ട് ആഡ് ചെയ്താലും, 2 ഡയഗണൽസ് ഉണ്ട്, ഡയഗണലായിട്ട് ക്രോസ് ആയിട്ട് ആഡ് ചെയ്താലും, നേരെ ഹൊറിസോണ്ടൽ ആഡ് ചെയ്താലും, വെർട്ടിക്കലായിട്ട് ആഡ് ചെയ്താലും, എങ്ങനെ ആഡ് ചെയ്താലും എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യുമ്പോൾ എന്താണ് 15 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മളോടുള്ള ക്വസ്റ്റ്യൻ, യൂസ് നമ്പേഴ്സ് ഫ്രം 7 to 15. Total of each line must be 33. നമ്മളോട് പറയുകയാണ് ഒരു മാജിക് സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാൻ പറയുകയാണ് കേട്ടോ. ഒരു മാജിക് സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാൻ പറയുകയാണ്. എന്തൊക്കെയാണ് നിബന്ധന? 7 to 15 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യാം. പിന്നെയോ ഓരോ ലൈനിന്റെയും അഡീഷൻ ചെയ്യുമ്പോൾ ആ 3 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 33 കിട്ടണം. അതായത് ഡയഗണൽ ആയിട്ടുള്ള 3 നമ്പേഴ്സ് ആഡ് ചെയ്താൽ 33 കിട്ടണം. ഇങ്ങനെ ഡയഗണലായിട്ട് വരുന്ന 3 നമ്പേഴ്സ് ആഡ് ചെയ്താലും 33. ഈ ഹൊറിസോണ്ടൽ ആയിട്ട് ഈ 3 നമ്പേഴ്സ് ഓരോ തവണ ആഡ് ചെയ്യുമ്പോഴും 33 ആയിരിക്കണം. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴും 33, ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴും 33, ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴും 33. ഓക്കെ, അപ്പൊ നമ്മളോട് ഏതൊക്കെ നമ്പേഴ്സ് യൂസ് ചെയ്യാം? 7 to 15 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യാം എന്ന് മാത്രം നമുക്കറിയാമോ. നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഒരു എളുപ്പ വഴി, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടെന്നൊരു റൂൾ ഞാൻ പറഞ്ഞുതരാം. 7 to 15, 7 മുതൽ 15 വരെയുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? 7 മുതൽ എണ്ണുക. 7, 8, 9, 10, 11, 12, 30, 40, 50. മൊത്തം 9 നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ മിഡിൽ വൺ ഏത് നമ്പറാണ്? 7, 8, 9, 10, 11 ആണ് മിഡിൽ വൺ അല്ലെ. 11ാമത്തെ നമ്പറാണ് 5ാമത്തെ സ്ഥാനം വരുന്നത് അല്ലെ.
സോ മിഡിൽ വൺ ആയിട്ടുള്ള നമ്പർ നമ്മൾക്ക് എന്ത് ചെയ്യാം, നടുക്ക് എഴുതി കൊടുക്കാം. ഓക്കെ, നടുക്ക് ഞാൻ എഴുതി കൊടുത്തു. ശ്രദ്ധിച്ചിരിക്കുക, എപ്പോഴും 9 നമ്പേഴ്സ് കാരണം 9 നമ്പേഴ്സ് ആണല്ലോ, 9 നമ്പേഴ്സ് വരുന്ന ഒരു മാജിക് സ്ക്വയർ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നതെങ്കിൽ ഓർത്തോളുക, നടുക്കത്തെ ആ നമ്പർ, ആ 5th സ്ഥാനം വരുന്ന ആ നമ്പർ നമുക്ക് സെന്ററിൽ എഴുതി കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് റൂൾ ഇതാണ്. ഓക്കെ, ഏതൊരു മാജിക് സ്ക്വയർ തന്നാലും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഫസ്റ്റ് എന്ത് ചെയ്യണം, നടുക്ക് ആ ഒരു നമ്പർ എഴുതി കൊടുക്കുക, മിഡിൽ നമ്പർ എഴുതി കൊടുക്കുക. ഇനി നമ്മുടെ ഇഷ്ടമാണ് ഈ ഒരു സ്ക്വയറിന്റെ മാജിക് സ്ക്വയർ ആക്കി എടുക്കാൻ നമ്മുടെ കഴിവാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് പല തവണ ശ്രമിച്ചു നോക്കിയാൽ മാത്രമേ ചിലപ്പോൾ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ എനിക്ക് ഈ നമ്പേഴ്സ് വെച്ച് ടോട്ടൽ ആഡീഷൻ വരുമ്പോൾ 33 വരുന്ന ഒന്നിലധികം മാജിക് സ്ക്വയർസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്പേഴ്സ് ഒക്കെ പല രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതിയാലും എനിക്ക് ഓരോരോ മാജിക് സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിനെല്ലാത്തിനും സെൻട്രലിൽ വരുന്ന നമ്പർ ആ മിഡിൽ നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ആ ഒരു മുകളിലത്തെ മാജിക് സ്ക്വയർ കണ്ടോ, അവിടെ 1 to 9 നമ്പേഴ്സിൽ മിഡിൽ നമ്പർ ഏതാണ്, 5 ആണ്. ആ 5 ആണ് മിഡിൽ എഴുതിയിരിക്കുന്നത്. കണ്ടോ എന്നിട്ട് പിന്നെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ 11 എന്ന നമ്പർ നടുക്ക് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഈ മാജിക് സ്ക്വയർ മേക്ക് ചെയ്യുന്നത് എന്റെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഓരോ നമ്പേഴ്സ് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവുകയാണ്. ഇനി ഞാൻ എപ്പോഴും ഈ ഒരു ഡയഗണലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും ഡയഗണൽസ് ഫില്ല് ചെയ്യുക, എന്നിട്ട് മറ്റു നമ്പേഴ്സിലോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ ഞാൻ ഈ ഒരു ക്രോസ് ഡയഗണൽ, ഈ ഒരു നമ്പേഴ്സ്, ഈ 2 കളങ്ങൾ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നമ്പർ ഫില്ല് ചെയ്തു. ഇനി ഈ ഒരു ബോക്സ് ഫില്ല് ചെയ്യാൻ പോവുക. എനിക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ ഞാൻ സെലക്ട് ചെയ്തു. സപ്പോസ് ഞാൻ ഒരു 7 അല്ലെ, 7 എന്ന് സെലക്ട് ചെയ്തു. എനിക്ക് 7 മുതൽ 15 വരെ ഓപ്ഷൻ ഉണ്ട്. ഓരോ നമ്പേഴ്സിന്റെ ടോട്ടൽ 33 ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് നമ്പർ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, 7 എന്ന് എഴുതി. അത് എന്റെ ഇഷ്ടമാട്ടോ, 7 എന്ന് എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്യണം, മൂന്നാമത്തെ ഈ ബോക്സിലുള്ള നമ്പർ ഏതാണ്, ഇവിടെ 7 എഴുതി കഴിഞ്ഞാൽ മൂന്നാമത്തെ നമ്പർ ഏതാണെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെയാണ്, 11 + 7 ചെയ്ത് നോക്കുക. 11 + 7 എന്താണ്, 18 ആണ്. 18 - 33 ചെയ്ത് നോക്കുക. 18 - 33 ചെയ്ത് നോക്കുക. എന്താണ് 18 - 33? ഞാനിവിടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് ഞാനിവിടെ ഓരോ സമയത്തും ഓരോ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയം പോകുന്നത്. നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ടൈം ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് മാത്രം ഞാനൊരു ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അതിന്റെ സഹായം എടുക്കരുത്. കാരണം എക്സാമിന് ഈ ഒരു ചോദ്യം ചോദിച്ചാൽ ഇതുപോലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളൊന്നും നിങ്ങളുടെ കയ്യിൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാനിത് യൂസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ 11 + 7 എന്താണ്, 18 ആണ്. അപ്പോൾ ഈ ഒരു നമ്പർ ഇവിടെ എന്തായിരിക്കണം, 33 - 18 ചെയ്ത് നോക്കുകയാണെ. 33 - 18 എന്ത് കിട്ടി, 15 എന്ന ആൻസർ കിട്ടി. നിങ്ങൾ സൈഡിൽ, ബുക്കിന്റെ സൈഡിൽ അല്ലെങ്കിൽ നോട്ട്ബുക്കിന്റെ സൈഡിൽ ഇതിന്റെ ഒരു ഹെഡിങ് എഴുതി വെച്ച് ഈ ഒരു മാജിക് സ്ക്വയർ വരച്ച് വർക്ക്ഔട്ട് ചെയ്തോളൂ. യാതൊരുവിധ കുഴപ്പങ്ങളില്ല. പക്ഷെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യരുത്. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങളെ ടൈം സേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. ഓക്കെ, ഓരോ ഓപ്പറേഷൻസും അഡീഷൻസും ചെയ്തുകൊണ്ടിരുന്നാൽ സമയം ഒരുപാട് പോകും. അതുകൊണ്ട് മാത്രം ഞാൻ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നതാണ്. ഇനി ഓർത്തോളുക, 15 കിട്ടിയേ. അപ്പോൾ ഈ ഒരു ഡയഗണൽ കംപ്ലീറ്റ് ആയി. 7 + 11 + 15 ചെയ്താൽ എന്തായി, 33. അപ്പൊ നമ്മുടെ ഈ ഒരു ഡയഗണൽ കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ അടുത്ത ക്രോസ് ഡയഗണൽ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മറ്റൊരു നമ്പർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, 9 എന്ന് സെലക്ട് ചെയ്യുന്നു. പോട്ടെ, അല്ലെങ്കിൽ വേണ്ട, 10 എന്നായിക്കോട്ടെ. എനിക്ക് ഇഷ്ടമുള്ള നമ്പർ 10 സെലക്ട് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ നമ്പർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. 10 + 11 എന്താണ്, 21 ആണ്. 21 - 33 എന്താണ്, 21 - 33 എന്ത് കിട്ടി, 12 എന്ന് കിട്ടി. അല്ലെങ്കിൽ 12 എനിക്ക് ഇവിടെ എഴുതി കൊടുക്കാമല്ലോ. അപ്പോൾ ഈ ഡയഗണൽസിലെ 3 നമ്പേഴ്സും ആഡ് ചെയ്താൽ എന്തായി, 33 ആണ്. 7 + 11 + 15 ചെയ്താലും 33 ആണ്.
10 പ്ലസ് 11 പ്ലസ് 12 ചെയ്താലും ഇങ്ങനെ ചെയ്താലും എന്തായി 33 ആയി. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എന്താ, ഓരോ ബോക്സിലും ഈ രണ്ട് നമ്പേഴ്സ് വീതം കിട്ടിക്കഴിഞ്ഞ അല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു നമ്പർ ഇവിടെ കണ്ടുപിടിക്കാം. 7 പ്ലസ് 10 എന്താണ്? 17 ആണ്. 17 മൈനസ് 33 എന്ത് കിട്ടും? 16 ആണോ? 16. അപ്പൊ അതുകൊണ്ട് കംപ്ലീറ്റ് ആയി. ഞാൻ ഈ നമ്പർ കണ്ടുപിടിക്കാൻ പോകും. ഓക്കെ, 12 പ്ലസ് 15 എന്താണ്? 12 പ്ലസ് 15 27 ആണ്. 27 മൈനസ് 33 എന്താണ്? 6 ആണ്. 6 പറ്റുമോ? ഇല്ല. 6 പറ്റിയോ? എനിക്ക് ഇവിടെ പറ്റത്തില്ല. കാരണം എനിക്ക് ഏതൊക്കെ നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? 12 പ്ലസ് 15 27 ആണ്. 27 മൈനസ് 33 എന്താണ്? 6 ആണ്. ഇതാ ഞാൻ പറയുന്നത്, നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ നമ്പർ എഴുതി കൊടുക്കുകയാണ്. ചിലപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ ഇത് ശരിയാവണം എന്നില്ല. സോ നമ്മൾ പിന്നെയും ശ്രമിക്കേണ്ടി വരും. ഇവിടെ 6 എഴുതി കൊടുക്കാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? 7 തൊട്ട് 15 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ ഇവിടെ വരെ സ്മൂത്ത് ആയി പോയി. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എന്തായി? ഫ്ലോപ്പ് ആയിപ്പോയി അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ട്രൈ ചെയ്യും. അപ്പോഴും നടുക്കത്തെ ആ നമ്പർ എന്താണ്? ഞാൻ വായിച്ച് കഴിഞ്ഞിട്ടില്ല. 11 അവിടെ കിടപ്പുണ്ട്. നടുക്ക് സെലക്ട് ചെയ്ത നമ്പർ പെർമനന്റ് ആണ്. 11 അവിടെ ഉണ്ട്. ഇനി ഞാൻ അടുത്തൊരു നമ്പർ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് ചിലപ്പോൾ ഫ്ലോപ്പ് ആവാനോ ഫ്ലോപ്പ് ആവാതിരിക്കാനോ എല്ലാം സാധ്യതയുണ്ട്. സോ ഞാൻ നമ്പർ സെലക്ട് ചെയ്തു 7. ഓക്കെ, ശരി. 7 ട്രൈ ചെയ്തു. 9 കിടക്കട്ടെ. 9 സെലക്ട് ചെയ്ത് എനിക്ക് ഇഷ്ടമാണ്. അത് ഞാൻ സെലക്ട് ചെയ്തു. 9 സെലക്ട് ചെയ്തു. 9 പ്ലസ് 11 ചെയ്ത് നോക്കിയാണ്. 9 പ്ലസ് 11 എന്താണ്? 20 ആണ്. 20 മൈനസ് 33 എന്താണ്? 20 മൈനസ് 30 13 ആണ്. സോ 13 എനിക്ക് ഇവിടെ എഴുതാൻ സാധിച്ചു. സോ എന്റെ ഈ ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് എന്താണ്? ഇനി ക്രോസ് ഡയഗ്രാം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള നമ്പർ ഇവിടെ എഴുതി കൊടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോ ഒരു 12 എഴുതി കൊടുക്കാം. 12 എഴുതി കൊടുത്തു. ഓക്കെ, 12 പ്ലസ് 11 23 ആണ്. 23 മൈനസ് 33 10 ആണ്. അപ്പൊ ഇവിടെ 10 എഴുതാലോ. ഇവിടെ വരെയുള്ള കാര്യങ്ങൾ സ്മൂത്ത് ആയി. ഇനിയാണ് നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്ത നമ്പേഴ്സ് ഒക്കെ ഫ്ലോപ്പ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. 9 പ്ലസ് 12 21 കിട്ടി. 21 മൈനസ് 33 12. കണ്ടോ, ഇവിടെ ഞാൻ നമ്പർ എഴുതാൻ പോവുകയായിരുന്നു. കണ്ടോ, 9 പ്ലസ് 12 ചെയ്തപ്പോൾ എന്ത് കിട്ടി? 21 കിട്ടി. 33 മൈനസ് 21 ചെയ്യുമ്പോൾ പിന്നെയും കിട്ടുന്ന ആൻസർ എന്താണ്? 12 ആണ്. ഞാൻ 12 ഇവിടെ റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കുമോ? ഇല്ല അല്ലെ, പറ്റത്തില്ല. കാരണം ഇവിടെ ഓൾറെഡി 12 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെയും നമ്മൾ നമ്പേഴ്സ് മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ രണ്ടാം ശ്രമവും പോയി. ഇതുപോലെ നമ്മൾ മേക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി എന്റെ മൂന്നാമത്തെ ശ്രമമാണ് കേട്ടോ. ഇനി ഞാൻ 8 എഴുതി കൊടുത്തു. ഓക്കെ, ഇതുപോലെ ഒരുപാട് ശ്രമിച്ചിട്ടാണ് എനിക്ക് മാജിക് സ്ക്വയർ 2-3 കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഒറ്റ 7 to 15 ടോട്ടൽ 33 വരുന്ന ഒരു കോമ്പിനേഷൻ. ഈ ഒരു ഒറ്റ മാജിക് സ്ക്വയർ എനിക്ക് 3 ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 3 മാജിക് സ്ക്വയർസ് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ ഫ്ലോപ്പ് ആകും എന്നുള്ള കാര്യം നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ലൈവായിട്ട് ബുക്കൊന്നും നോക്കാതെ ലൈവായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ 8 പ്ലസ് 11 എന്താണ്? 19 ആണ്. 19 മൈനസ് 33 ചെയ്ത് നോക്കിയേ, 14. കണ്ടോ, ഞാനിവിടെ ഈ നമ്പർ 14 സെലക്ട് ചെയ്തു. ഇനി അടുത്തത് എനിക്ക് ഇഷ്ടമുള്ള വേറൊരു നമ്പർ ഇവിടെ എഴുതിയിരിക്കുകയാണ്. 12 എഴുതി നോക്കുകയാണ്. 12. ഓക്കെ, 12 പ്ലസ് 11 എന്താണ്? 23 ആണ്. 23 മൈനസ് 33 10 ആണ്. സോ ഇവിടെ 10 എഴുതി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ഈ മുകളിലുള്ള ഈ കോളം ഫില്ല് ചെയ്യാൻ പോവുകയാണ്. 12 പ്ലസ് 8 20 ആണ്. 20 മൈനസ് 33 എന്താണ്? എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. അപ്പൊ അത് ഫ്ലോപ്പ് ആകില്ല അല്ലെ, ഒരു മാജിക് സ്ക്വയർ ആയിട്ടുണ്ട്. 13 എന്ന് കിട്ടി. ഇനിയോ 10 പ്ലസ് 14 ഇവിടുത്തെ ഈ ബോക്സ് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. 10 പ്ലസ് 14 എന്താണ്? 24 മൈനസ് 33 9. ഷോ, ഇവിടെ വരെ ഉള്ളതെല്ലാം കൃത്യമായിട്ട് കിട്ടി അല്ലെ.
ഇനി ഞാൻ ഇടയിലത്തെ ഈ നമ്പർ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. 8 + 10 എന്താണ്? 18. 18 - 33 എന്താണ്? 15. പക്കായിട്ട് കിട്ടി. ഇനി 12 + 40 എന്താണ്? 26. 26 - 33 7. അപ്പൊ എന്റെ മാജിക് സ്ക്വയർ കംപ്ലീറ്റ് ആയി. ഞാനിപ്പോ എത്ര ശ്രമങ്ങൾ ശ്രമിച്ചു കണ്ടോ? 2-3 തവണ ഞാൻ എന്റെ ഇഷ്ടപ്രകാരം നമ്പേഴ്സുകൾ മാറിയും തിരിഞ്ഞും മാറിയും ഒക്കെ പരീക്ഷിച്ചിട്ടാണ് എനിക്കൊരു മാജിക് സ്ക്വയർ കിട്ടിയത് കണ്ടോ. ഇതുപോലെ ആയിരിക്കും നിങ്ങൾ ചെയ്യുമ്പോഴും. പക്ഷെ ഇലക്ട്രോണിക്സ് ഒന്നും ഉപയോഗിക്കരുത്, കാൽക്കുലേറ്റേഴ്സ് ഫോൺസ് ഒന്നും ഉപയോഗിക്കരുത്. സ്വന്തമായിട്ട് ആഡ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കും. ടൈം സേവ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ യൂസ് ചെയ്തു എന്ന് ഞാൻ പിന്നെ ആവർത്തിച്ച് പറയുകയാണ്. മാജിക് സ്ക്വയർ എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത് മനസ്സിലായോ? ഫസ്റ്റ് നമ്മൾ സെന്റർ നമ്പർ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഡയഗണൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് 2 ഡയഗണൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഈ ഒരു ഡയഗണൽ കംപ്ലീറ്റ് ആക്കുക. ഇവിടെ ഓൾറെഡി ഒരു നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഈ ഒരു ഡയഗണൽ നമുക്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ബോക്സ് കിട്ടും. പിന്നെയും ഇവിടുത്തെ നമ്പർ സെലക്ട് ചെയ്യുക. ആ നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് ഇത് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ അങ്ങനെയെങ്കിൽ ഈ സെന്റർ നമ്പർ കണ്ടുപിടിക്കാം, ഈ സെന്റർ നമ്പർ കണ്ടുപിടിക്കാം, ഈ സെന്റർ നമ്പർ കണ്ടുപിടിക്കാം, ഈ സെന്റർ നമ്പർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് മാജിക് സ്ക്വയർ ചെയ്യേണ്ടുന്ന റൂൾ. ഇപ്പൊ ഞാൻ ഫസ്റ്റ് മാജിക് സ്ക്വയർ വരെ ഈ ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. മാജിക് സ്ക്വയർ ഫോക്കസ് ചെയ്ത് ഞാൻ പിന്നെയും പറയുകയാണ്. സോ എല്ലാവരും ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, എക്സാമിന് പോർഷൻസിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചെയ്യാൻ പറ്റുന്നില്ല മിസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇതിന്റെ വർക്കിംഗ്സും ഈ മാജിക് സ്ക്വയറും നോട്ട്ബുക്കിൽ ഉണ്ടാവണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്.